വിശുദ്ധ ഖുർആന്റെ പാരായണം. ഖുർആൻ ഓതിക്കോ. ഖുർആൻ ഓതുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഫൈദാ ഖറഅ്തൽ ഖുർആന ഫസ്തഈദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോൾ ആദ്യം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അപ്പൊ ശൈത്താൻ അവിടെ പോകും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മലക്കുകളും മുഅ്മിനീങ്ങളും അവിടെ ഉണ്ടാകും. അങ്ങനെ ഹദീസ്. ഞാൻ അത് ഒരു പ്രാവശ്യം നേരിൽ കണ്ടു. അഊദ് ഓതിയപ്പോൾ ശൈത്താന്മാർ പോയി. ബിസ്മി എഴുതിയപ്പോൾ മുഅ്മിനീങ്ങളും മലക്കുകളൊക്കെ അവിടെ നിന്ന്. ഞാൻ നേരിൽ കണ്ടത്. അങ്ങനെ കണ്ടുകൊള്ളാന്ന് എനിക്കറിയില്ല. ഞാനൊരു പ്രാവശ്യം ഒരു മരിച്ച വീട്ടിൽ പോയി. മരണ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ 1000 ആളുണ്ടാവുക. അപ്പൊ മയ്യത്തെ കുളിപ്പിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഒന്ന് കാത്തിരുന്നു. ഒരു വയസ്സായ ഒരാള്, ചെറിയൊരു വീടാണ്. ആ വീടിന്റെ വാതിന്റെ ഒരു പൊളി തുറന്നിട്ട് അയാൾ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, കുളിപ്പിക്കൽ കഴിഞ്ഞിക്കണ്, കഫൻ ചെയ്യാൻ തുടങ്ങിയിരിക്കണേ എന്ന് പറഞ്ഞു. അപ്പൊ അതിനേക്കാളും വയസ്സുള്ള ഒരാളുടെ സഭയിൽ അയാൾ അൽ ഫാത്തിഹ. അപ്പൊ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ അങ്ങോട്ട് അടുത്തേക്ക് വന്നിട്ട് എല്ലാവരും കൂടി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അപ്പൊ ഒരു 5-8 സ്റ്റൂളും വന്ന് ശൈത്താൻ ഇങ്ങനെ പോണത് ഞാൻ കണ്ടതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അഊദ് ഓതിക്കോ ശൈത്താൻ പോകും. റഅയ്തുഹു ബിഅയ്നയ്യ. കേട്ട കാര്യമല്ല, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോഴേക്ക് ആ സ്റ്റൂളുമൊക്കെ ആളുകളായി. ബിസ്മി ഓതിക്കോ. മലക്കുകളും മുഅ്മിനീങ്ങളും ഇങ്ങോട്ട് വരും. മലക്കുകളും മുഅ്മിനീങ്ങളൊക്കെ ഇങ്ങോട്ട് വരും. മലക്കുകളും മുഅ്മിനീങ്ങളൊക്കെ ഇങ്ങോട്ട് വരും. അഊദ് ഓതിക്കോ ശൈത്താനൊക്കെ പോകും. നിങ്ങളതിനെന്താ കാര്യം? അപ്പൊ അതുകൊണ്ട് ഇനി ഒന്ന് ശ്രദ്ധിച്ചു നോക്കി നിങ്ങൾ. ഒരു സഭയില് മുഅ്മിനീങ്ങളൊക്കെ പൂർണ്ണോർത്ത് ദുആക്ക് ഉത്തരം കിട്ടാൻ തടസ്സമാകുന്ന ഏതെങ്കിലും ഇബ്ലീസുകളുണ്ടോ? അങ്ങനത്തെ വിഷയം പരിശോധിക്കണമെങ്കിൽ നമ്മളൊരാൾ ഇബ്ലീസാക്കാൻ നിൽക്കണ്ട, ശൈത്താനാക്കാൻ നിൽക്കണ്ട. നമുക്കിതിനറിയില്ല. ഒരാളെ കൽബ് ദൂരമൊക്കെ നമുക്ക് പറ്റുമോ? പക്ഷെ നമ്മൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ചെയ്യാം. അൽ ഫാത്തിഹ. അപ്പോൾ ചെയ്യും. ഇവിടെ ആരൊക്കെയുള്ളത്? ഹബീബുനാ റസൂലുള്ളാഹി, ഷഫീഉനാ റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എന്റെ സംസാരം ദീർഘിപ്പിക്കുകയല്ല. എന്റെ ഉമ്മമാരോട്, സഹോദരിമാരോട് 4 വാക്ക് പറയട്ടെ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ മനസ്സിലാക്കണം. സ്ത്രീകളുണ്ട് നമ്മളെ വേദന. നിങ്ങളെന്താ അങ്ങോട്ട് ബക്കറ്റിന്റെ പിരിവൊന്നും പോകണമാണ്? ബക്കറ്റ് പിരിവൊന്നും അങ്ങോട്ട് പോകുന്നു. പെണ്ണുങ്ങളടുത്തേക്കൊക്കെ അതൊക്കെ പോയി നോക്കണം. ഓ ബക്കറ്റും പിരിവും കാര്യവും ഒക്കെ നടക്കണം. ഞമ്മക്ക് മൗലൂദ് ഓതണം, ചോറ് കഴിക്കണം, പിരിവ് നടത്തണം, എത്തീം കുട്ടികളെ പോറ്റണം, പള്ളി ഉണ്ടാക്കണം, മക്ബറ സംരക്ഷിക്കണം. അങ്ങനെ എല്ലാം കൂടിയിട്ട് ദീന് പഠിപ്പിച്ചതൊക്കെ ചെയ്യാം. എല്ലാം ചെയ്യാം. പിന്നെ ഞമ്മക്ക് യാസീൻ ഓതിയിട്ട് ബാക്കിയുള്ളത് ഓതിയിട്ട് ഞമ്മക്ക് മൊയ്തീൻ ശേഖരന്റെ കോഴി കിട്ടുന്നതാണ് കാലം അസൂയപ്പെടണ്ട. വറാത്തിന് യാസീൻ ഓതിയാൽ മതി വരുന്നവരുണ്ട്, അങ്ങനത്തും കിട്ടും. യാസീൻ ഓതുന്ന സമയത്ത് അതിന് നടന്നാൽ പിന്നെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഞമ്മൾ നിൽക്കുന്നത് ഉറച്ചു നിന്നോളൂ. ഞങ്ങളെ ആ ഭാഗത്ത് പണ്ട് ഒരാചാര്യല്ലേ, വലിയ പണക്കാരനാണ്. അയാൾ ഈ ചെറിയ മുത്താഴ്ചങ്ങളെ കണ്ടാൽ ഇയാൾ ചോദിക്കും, മര്യാദ എന്തേ നിങ്ങൾ ഓതാൻ പോവുക? ഓതാൻ പോകും. നിങ്ങൾ തറാവിയ സ്കെച്ചുണ്ട്. ഇയാൾ ഏത് കുട്ടികളെ കണ്ടാൽ സ്കെച്ചറൊക്കെ ഉണ്ട്. ഈ 8 പറഞ്ഞാൽ ഇയാൾ നീന്തർപ്പഴം ചായയൊക്കെ വാങ്ങിപ്പോയി. 20 പറഞ്ഞാൽ ഇയാൾക്ക് വലിയ ദേഷ്യ. അപ്പൊ ഈ വാണിയമ്പലം എന്ന് പറഞ്ഞ സ്ഥലം, അവിടുന്ന് ഒരു മുത്താലിമിനോട് ഈ ആചാര്യ ചോദിച്ച്, അല്ല മര്യാദ നിങ്ങൾ തറാവിയ സ്കെച്ചുണ്ട്? എത്ര സ്കെച്ചിൽ ചോദിച്ചു. ഞാന് തറാവി 8 20 ഞാൻ അധികം ഒന്നും ഓതിയിട്ടില്ല കുട്ടിയെ. എന്നാലും 20 8 നിങ്ങൾ ഏതാ സ്കെച്ചിൽ ചോദിച്ചു. ഞാൻ 20 എന്താ നിങ്ങൾക്ക് 8 സ്കെച്ചാൽ ചോദിച്ചു. പടച്ചോന്റെ അടുത്ത് കഴിച്ചിലാകുമെന്നാവും, അതുകൊണ്ടാണ്. എന്താന്ന് ചോദിച്ചു. അതെ ആചാര്യ നിങ്ങൾക്കൊരു വർത്തമാനം കേൾക്കണം. ആഖിറത്തിൽ വരുന്ന സമയത്ത് അള്ളാന്റെ അടുക്കൽ ഒരു പക്ഷേ ശരി 8 അല്ലെങ്കിലോ 20. 8 സ്കെച്ചുകൾക്കും സ്വർഗം, 20 സ്കെച്ചുകൾക്കും സ്വർഗം. അതല്ല അത് ചെയ്യൂല. അള്ളാഹു തആല അങ്ങനെയാണെങ്കിൽ ബുഹൂർ ഒരു സ്ഥലത്ത് 8 ഒരു സ്ഥലത്ത് 4 ആണ്. എല്ലാ സ്ഥലത്തും ബുഹൂർ 4 ആണ്. എല്ലാ സ്ഥലത്തും ജുമുഅ 2 ആണ്. എല്ലാ സ്ഥലത്തും അസർ 4 ആണ്. എല്ലാ സ്ഥലത്തും സുബൈ 2 ആണ്. മഗ്‌രിബ് 3 ആണ്. ഇസ്ലാമിന്റെ ആചാരങ്ങളൊക്കെ അനുഷ്ഠാനങ്ങളൊക്കെ അങ്ങനെ. അപ്പൊ ഈ കുട്ടി പറഞ്ഞു, ആചാര്യ എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ല, ഞാൻ 20 നിസ്കരിച്ചുള്ളൂ. എന്റെ അത് മഹ്ശറിൽ ഇങ്ങനെ നിൽക്കുമ്പോ അള്ളാഹു തആല വിളിച്ചു, എടാ ഞാൻ അള്ളാഹിന്റെ അടുത്തേക്കാണ് ചെന്നു. ഈ തറാവീഹ് നിസ്കരിക്കണം. നിസ്കരിച്ചു. എത്ര നിസ്കരിച്ച്? പഠിച്ചോനെ ഞാൻ 20 നിസ്കരിച്ച്.
20. ആ 20 എന്താണ് 20 നിസ്കരിച്ച്? പടച്ചോനെ, ഞാൻ പാണക്കാട്ടെ തങ്ങൾ പാപ്പാനെ പറ്റി കേട്ടപ്പം മൂപ്പര് 20 ആണ് പറഞ്ഞാൽ ഞാൻ 20 നിസ്കരിച്ചു. പടച്ചോനെ, ബാഫക്ക് തങ്ങൾ 20 ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ 20 നിസ്കരിച്ചു. പടച്ചോനെ, EK ഉസ്താദ് നിസ്കരിച്ചത് 20 ആണെന്ന് കേട്ടപ്പോൾ ഞാൻ 20 നിസ്കരിച്ചു. പടച്ചോനെ, ഞാൻ AP ഉസ്താദിനെ കണ്ടിന് മൂപ്പര് 20 ആണ്, അപ്പൊ ഞാൻ 20 നിസ്കരിച്ചു. പടച്ചോനെ, ഞാൻ ഒരു വിഷയം ടെലിവിഷൻ ഇങ്ങനെ നോക്കുന്ന സമയത്തിന് മദീനത്തെ നിസ്കാരം കാണുന്നു, അവിടെ 20 ആണ്, അപ്പൊ ഞാൻ 20 നിസ്കരിച്ചു. ഞാൻ മക്കത്തത്തെ നിസ്കാരത്തിനെ പറ്റി കേട്ട് നോക്കുമ്പോൾ അവിടെ 20 ആണ്, അപ്പൊ ഞാൻ 20 നിസ്കരിച്ചു. ബൈത്തുൽ മുഖദ്ദസിന് 20 ആണ്, അവിടെ ഞാൻ 20 നിസ്കരിച്ചു. ലോകായ ലോകം മുഴുവൻ 20 നിസ്കരിച്ചപ്പം ഞാനും 20 നിസ്കരിച്ചതാണ്. പടച്ചോനെ, വിവരമില്ലാത്ത സാധുവാണ്. അപ്പൊ അള്ളാഹിനടുത്ത് 20 ശരി നീച്ചാൽ എനിക്ക് 20 കൂലി വാങ്ങി സ്വർഗത്തേക്ക് പോകാം. അല്ല, അള്ളാഹുത്തല എന്നോട് ചോദിക്കാണ്, ഹൈവാനെ ഓലൊക്കെ നോക്കാൻ നിൽക്കണ്ടില്ലെങ്കിൽ അവിടെ 8 നിസ്കരിക്കണേ കണ്ടുകളാ. പടച്ചോനെ, 8 ഞാൻ പരിശുദ്ധ റമദാനിൽ പട്ടിണി കടന്ന് നോമ്പെടുത്തിട്ട് രാത്രി സമയത്ത് ഉറക്കൊഴിച്ചിട്ടാണ് 20 നിസ്കരിച്ചത്. മക്കത്തും മദീനത്തും 20, ബൈത്തുൽ മുഖദ്ദസിന് 20, ലോകത്ത് മുഴുവൻ 20. അതൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ 20 നിസ്കരിച്ചത്. 8 പടച്ചോനെ. ആ 8 നല്ല ഈ 20 നല്ല നോക്കിയിട്ട് 8 എടുത്തോ. ഞാൻ ഇത് കഷ്ടപ്പെട്ട് നിസ്കരിച്ചില്ലേ? ഞാൻ മക്കത്തെ കണ്ട് നിസ്കരിച്ചതല്ലേ? ഞാൻ ബാഫക്ക് തങ്ങളെ കണ്ടിട്ട് നിസ്കരിച്ചതല്ലേ? ഞാൻ ഇമാം ഷാഫി തങ്ങളെ കണ്ട് നിസ്കരിച്ചതല്ലേ? ഞാൻ മൊയ്തീൻ ശേഖ് തങ്ങളെ കണ്ടിട്ട് നിസ്കരിച്ചതല്ലേ? ഓരൊക്കെ നിസ്കരിച്ചത് കണ്ടിട്ട് ഞാൻ നിസ്കരിച്ചതാണ്. വിവരമില്ലാത്ത ആളാണ് പടച്ചോനെ. 8 നാ ഈ 20 നല്ലത് നോക്കിയിട്ട് 8 എടുത്തോ. പടച്ചോ മരക്കളെ വിളിച്ചിട്ട് അപ്പൻ്റെ 20 നോക്കാൻ അതിൻ്റെ 8 എടുത്താണ്. ബാക്കി 12 കൂടി അള്ള ഒഴിവാക്കാൻ നിൽക്കാണിച്ചാൽ ഞാൻ അള്ളഹാനോട് പറയും, പടച്ചോനെ ഗഫൂർ റഹീം അല്ലേ? എന്റെ വാപ്പ വയസ്സായി നിൽക്കണ കാലത്ത് കുറച്ചു കാലം തറാവി നിൽക്കാൻ കൂടിയില്ല. 8 വാപ്പാക്കും കൊടുത്തോ റബ്ബേ. ആചാര്യ, നിങ്ങൾക്കൊരു വർത്താനം കേട്ടോ. 20 നിസ്കരിച്ചാൽ ബിരിക്കും ചെയ്യാൻ പുതക്കും